ഹായ് ഗായ്സ്. അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൊസൈറ്റി എന്താണ്, കമ്മ്യൂണിറ്റി എന്താണ്, അസോസിയേഷൻ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്. ഈ 4 കാര്യങ്ങൾ എന്താണ്? സമുദായം, സൊസൈറ്റി എന്ന് പറയുമ്പോൾ സമൂഹം, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സമുദായം, അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സംഘടന, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ. ഇത് എന്താണ് എന്ന കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത് നമുക്ക് നോക്കാം, എന്താണ് സൊസൈറ്റി. സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പം എന്താണ് സമൂഹം എന്ന് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ജനങ്ങൾ ഉൾപ്പെടും. അതേപോലെ തന്നെ ജനങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഇവര് പരസ്പരം സ്നേഹത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും പരസ്പരം സമാനതകളോട് കൂടിയിട്ടുമാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ. മാത്രമല്ല ഇവർ എങ്ങനെ ജീവിക്കുന്നത്? ഇവർ പരസ്പരം ആശ്രയത്തോട് കൂടിയിട്ടാണ് സമൂഹത്തിലെ ആളുകൾ ജീവിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒന്നാണ് കമ്മ്യൂണിറ്റി. എന്താണ് കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമുദായം. സമുദായത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രജാപതി ഫിലിമില് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആട്ടോ. എന്ന് വെച്ചാല് നമ്മൾ ഒന്നാണ് എന്ന വികാരത്തോട് കൂടിയിട്ട് ഒരു നിശ്ചിത പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? ഇവരെവിടെയായിരിക്കും താമസിക്കുന്നത്? ഇവര് നിശ്ചിതമായിട്ടുള്ള ഒരു പ്രദേശത്തായിരിക്കും ജീവിക്കുന്നത്. ഇവരുടെ സംസ്കാരം എങ്ങനെയായിരിക്കും? ഒരേപോലത്തെ സംസ്കാരമായിരിക്കും. ഇവർക്ക് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഇവര് ഒത്തുചേർന്നായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ സമുദായത്തിലെ പ്രത്യേകതകളിൽ വരുന്നത്. ഇനി നമുക്ക് സമൂഹവും സമുദായവും തമ്മിലുള്ള പ്രധാനപ്പെട്ട 2 ഡിഫറൻസ് നോക്കാം. ഒന്ന്, സമുദായത്തിന് എന്തുണ്ട്? ബൗണ്ടറീസ് ഉണ്ട്. എന്നാൽ കമ്മ്യൂണിറ്റിക്ക് എന്തില്ല? ബൗണ്ടറീസ് ഇല്ല. സമുദായം കമ്മ്യൂണിറ്റിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എന്നാൽ കമ്മ്യൂണിറ്റി സമൂഹത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. എപ്പോ ഡെഫിനിഷൻ എഴുതാൻ ചോദിച്ചാലും നിങ്ങൾ എപ്പോ കമ്പാരിസൺ എഴുതാൻ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഫിനിഷൻ എഴുതാൻ മറക്കരുത്. ഇനി അസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ? അസോസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ജനങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷൻ ഈസ് യൂഷ്വലി വർക്കിംഗ് ടുഗദർ പീപ്പിൾ ടു അച്ചീവ് സം പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ അസോസിയേഷൻസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം, ട്രേഡ് യൂണിയൻസ് പറയാം, ടീച്ചേഴ്സ് അസോസിയേഷൻസ് പറയാം. ഇതൊക്കെ അസോസിയേഷൻസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ അസോസിയേഷൻ ഉള്ളത്? ഒന്നാമത് നമുക്കറിയാം, ഇതൊരു ഹ്യൂമൻ ഗ്രൂപ്പാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒന്നാണ് ഈ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് എന്തുണ്ടായിരിക്കും? കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇവർക്ക് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഈ അസോസിയേഷനിൽ വരും. മെമ്പർഷിപ്പ് വോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്ഥാപനങ്ങളുടെ 2 പ്രധാനപ്പെട്ട ടൈപ്പാണ്. ഒന്ന് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ, 2 സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ആരൊക്കെ വരും? ഫാമിലി വരും, റിലീജിയൻ വരും, മാരേജ് വരും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ നിന്നായിരിക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ അകത്ത് എന്തൊക്കെ വരും? എഡ്യൂക്കേഷൻസ് വരും, ബിസിനസ് വരും. ഇതെന്ന് പറയുമ്പോൾ ലാർജ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനായിട്ട് ഉള്ളത്.